ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രം സീരിയലിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രിയാമണിയുടെ അടുത്ത് പോയി നിൽക്കുകയാണ് ചിപ്പി. അപ്പം എല്ലാവരോടും കൂടി തന്നെ ചിപ്പി പറയുകയാണ്, പ്രിയാമണി അമ്മമ്മ എന്നോട് മിണ്ടുമല്ലോ, എന്നോട് മിണ്ടാതിരിക്കാനൊന്നും പ്രിയാമണി അമ്മമ്മയ്ക്ക് പറ്റില്ല, അല്ലേ പ്രിയാമണി അമ്മമ്മ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പ്രിയാമണി ചുറ്റുപാടൊന്ന് നോക്കുക. എല്ലാവരും ആകാംക്ഷയോട് കൂടി തന്നെ നോക്കി നിൽക്കുകയാണ്. അതെന്താ എന്നോടൊന്നും മിണ്ടുന്നില്ലേ? അതെന്താ എന്നോട് മിണ്ടാത്തത്? ദേ പിന്നെ അച്ഛനും അമ്മയും കൂടി ഒരു ടൂറൊക്കെ പോകുന്നുണ്ടേ, പ്രിയാമണി അമ്മമ്മേനോട് മിണ്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരിക പോലുമില്ല എന്നിങ്ങനെ കൊച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണി അപ്പോൾ അമ്മമ്മയ്ക്ക് മോളോട് ഒരു പിണക്കുമില്ലല്ലോ, അമ്മമ്മ മിണ്ടിയല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ദേ കണ്ടോ, പ്രിയാമണി അമ്മമ്മയുടെ മൗനവ്രതം അവസാനിച്ചു. അപ്പൊ സുചിത്രയാണെങ്കിൽ എൻ്റെ പൊന്നെ സമാധാനമായി, അപ്പൊ ചിപ്പി മോളെ കൊണ്ടുവരണോ ആയിരുന്നല്ലേ പ്രിയാമണി ആൻറ്റിയുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാനായിട്ട് അല്ലേ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. പക്ഷേ ഇവരെയൊന്നും വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല നമ്മുടെ പ്രിയാമണി. അപ്പോൾ പ്രിയാമണി ചോദിക്കുകയാണ്, അല്ല ചിപ്പിമോളെ, അച്ഛനമ്മ എങ്ങോട്ടാ ടൂർ പോകുന്നത്? എങ്ങോട്ടാ ടൂർ പോകുന്നത് അമ്മേ എന്ന് ഇഷിതയോട് ചോദിക്കുകയാണ്. അതൊന്നും അമ്മയ്ക്ക് അറിയില്ല, ഡാഡിക്കല്ലേ അറിയുള്ളൂ മോളെ. എന്തായാലും മോളും കൂടെ എല്ലാവരും കൂടിയല്ലേ പോകുന്നത്? ഇല്ല അമ്മമ്മേ, ഞാൻ പോകുന്നില്ല, അവർ രണ്ടുപേരും തനിച്ചാ പോകുന്നത്. ഞാൻ അവരോട് പറഞ്ഞത് ടൂറൊക്കെ പോകാനായിട്ട്. അവർ തമ്മിൽ പിണക്കമെന്നല്ലേ വിചാരിച്ചത്. അവരുടെ പിണക്കങ്ങളെല്ലാം മാറട്ടെ, അവർ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ആകട്ടെ. പിന്നെ അമ്മേ, നിങ്ങൾ രണ്ടുപേരും ടൂർ പോകുമ്പോഴേ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. അങ്ങനെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ ഞാനില്ലേ എന്നിങ്ങനെ കൊച്ചു പറയുമ്പോൾ പ്രിയാമണിക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷവും ചിരിയൊക്കെ വരികയാണ്. എന്നാലും എൻ്റെ ദൈവമേ, അപ്പൊ എല്ലാവരുടെ പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ വേണ്ടി ഈ ചിപ്പിമോള് തന്നെ വേണോ അല്ലേ എന്ന് കൊച്ച് സന്തോഷത്തോടെ പറയാ. അപ്പോൾ കൊച്ചിൻ്റെ ആ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിനെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ പ്രിയാമണി. ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആകുക തന്നെ ചെയ്യുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രചനയും അതേപോലെ തന്നെ മഞ്ജിമയും കൂടി സംസാരിക്കുക. അപ്പോൾ രചനയെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നിരിക്കുകയാണ് മഞ്ജിമ. അപ്പോൾ മഞ്ജിമ പറയുകയാണ്, അവര് ഏത് ടൂറൊക്കെ പ്ലാൻ ചെയ്തിട്ട് വെച്ചിരിക്കുക രണ്ടുപേരും കൂടി. അങ്ങനെ പോയാൽ ശരിയാവില്ലേ? പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ചിപ്പിമോള് കൂടെ പോകുന്നില്ല. ചിപ്പിമോള് കൂടെ പോകുന്നില്ലെന്നോ? അതെ, ചിപ്പിമോള് തന്നെ പറഞ്ഞത് ഞാൻ ഏതായാലും കൂടെ വരുന്നില്ല എന്നൊക്കെ. പക്ഷേ ഒരു കാര്യമുണ്ട് രചനെ, അവർ രണ്ടുപേരും കൂടി ടൂറ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് തന്നെ, വീട്ടുകാരെല്ലാരും കൂടി നിർബന്ധിച്ചിട്ടാ പോകുന്നത്. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ടൂറൊന്നും പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് ടൂറ് പോയിട്ട് വാം. 1-2 ദിവസമാണോ? ഒരാഴ്ചത്തെ ടൂറാണ്. അപ്പൊ അതിനെന്ത് വേണം പറയാൻ? ഹണിമൂൺ എന്നല്ലേ പറയേണ്ടത്? അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് രചനെ. നിന്റെ ജീവിതം അവതാളത്തിലാകുകയെ. ഇഷിതയും മഹേഷും തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ഒരു കുഞ്ഞുണ്ടാവും. അങ്ങനെ കുഞ്ഞുണ്ടായാൽ എന്ത് സംഭവിക്കും? എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ രചനെ. ഒന്ന് ചിന്തിച്ച് നോക്കി. ഇത് കഴിഞ്ഞപ്പോഴേക്ക് രചനയ്ക്ക് കാല് വരികയാണ്. ഇല്ല, ഒരിക്കലും അത് നടക്കാനായിട്ട് പാടില്ല. ഇഷിത ആരാണ്? ഇഷിത എൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി വന്ന വെറും ഒരു വേലക്കാരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മഹേഷിന് കുഞ്ഞിനെ നോക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി വന്നവള് മഹേഷിനോട്ട് ഒന്നിച്ചിട്ട് ഇനി അവർ തമ്മിൽ ഒന്നിച്ച് കുഞ്ഞുണ്ടാകാനോ? ഇല്ല, ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നിങ്ങനെ രചന ഇങ്ങനെ പറയാ. രചന ഇതിൽ കയറി എന്തെങ്കിലും ഇടപെട്, എന്നിട്ട് അവരുടെ യാത്ര മുടക്കാനായിട്ട് നോക്ക്. ഞാൻ ഇടപെടും, അവരൊരിക്കലും ഈ ടൂർ പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് രചന കടുത്ത് പറയാ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ മഞ്ജിമയാണെങ്കിൽ, അല്ല ഞാൻ പറഞ്ഞ പൈസയുടെ കാര്യം എന്തായി രചന? അത് തരാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ മഞ്ജിമ, ഞാൻ നിന്റെ കാര്യം ആകാശിനോട് പറഞ്ഞായിരുന്നു. പക്ഷേ ആകാശിനാണെങ്കിൽ നിന്റെ ഭർത്താവിനോട് കുറച്ച് എതിർപ്പൊക്കെയാണല്ലോ, അങ്ങേരെ കണ്ണിൽ നേരെ കണ്ടൂടാ, അതുകൊണ്ട് ആകാശ് അതിന് വഴങ്ങുന്നില്ല. എന്തായാലും ഞങ്ങൾക്കൊരു സമയം വരുവേ, അപ്പോ ഞങ്ങളും ഇതേപോലെ കണക്ക് ചോദിച്ചോളാം. മഞ്ജിമ സങ്കടപ്പെടാതിരിക്കെ, ഞാൻ ആകാശിനോട് സംസാരിക്കട്ടെ, എന്നിട്ട് കുറച്ച് പൈസയെങ്കിലും ഞാൻ മേടിച്ചു തരാം, നീ പോ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞയക്കാം. അങ്ങനെ
രചനയ്ക്കാണെങ്കിലും ആകെ കലിപ്പ് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ്. ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല, മഹേഷും ഇഷിതയും തമ്മിൽ ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല, എങ്ങനെയെങ്കിലും ഈ യാത്ര മുടക്കിയേ മതിയാവുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് രചന നേരെ ആദിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പൊ ആദ്യമാണെങ്കിൽ ഫോണിൽ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദിമോനെ ഞാനൊരു കാര്യം പറയട്ടെ, നീ എപ്പോഴും ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കണം എന്തിനാ ആദിമോനെ? നീ ഒന്ന് ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുക, നിന്റെ അനിയത്തിയുടെ കാര്യം വല്ലതും നീ അറിയുന്നുണ്ടോ? ചിപ്പി മോൾക്ക് എന്താ കുഴപ്പം? ചിപ്പിയെ ഞാൻ ഇന്നലെയും കൂടി സ്കൂളിൽ കണ്ടാണല്ലോ, ഞങ്ങൾ കളിച്ച് ചിരിച്ച് സംസാരിക്കുകയും ചെയ്തു, പിന്നെ എന്താ കുഴപ്പം? അതല്ല, നിന്റെ ഇഷിതാമ്മയും ഡാഡിയും കൂടി ടൂറ് പോവാണത്രേ, അതും ഒറ്റയ്ക്കാ. ചിപ്പി മോളെ കൊണ്ടുപോകുന്നില്ല. ചിപ്പി ഇക്കാര്യമല്ലേ പറഞ്ഞായിരുന്നോ? അവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ചിപ്പിയെ കൊണ്ടാകാതെ അവർ ടൂറ് പോകുമോ? ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ചിപ്പിയെ ഒറ്റപ്പെടുത്തിയിട്ട് ഇഷിത മഹേഷിനെ കൊണ്ട് പോകാനായിട്ട് പോകുന്നു. എൻ്റെ മോളെ അങ്ങനെ ഒറ്റപ്പെടുത്താനായിട്ട് ഞാൻ സമ്മതിക്കോ? നിന്റെ അനിയത്തിയുടെ കാര്യത്തിൽ നീ ഇടപെടണം മതി, അല്ലെങ്കിൽ ശരിയാവില്ല. അല്ലെങ്കിൽ നിന്റെ അനിയത്തി ഒറ്റപ്പെട്ടു പോകും. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? അങ്ങനെ ഇഷിതാമ്മ ഒരിക്കലും ചെയ്യില്ല. ഇഷിതാമ്മയ്ക്ക് ചിപ്പി മോളെന്ന് പറഞ്ഞ ജീവനാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ അമ്മ തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഇല്ല ആദി, നീ ഇപ്പൊ തന്നെ വിളിക്ക്, ചിപ്പിയെ വിളിച്ചിട്ട് ചോദിക്ക് കാര്യങ്ങളെല്ലാം. എന്നിട്ട് അവരോടൊപ്പം ടൂർ പോകാനായിട്ട് പറ. അങ്ങനെ അവർ രണ്ടുപേരെയും തനിച്ചു വിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ദേ മമ്മി, ഒരു കാര്യം പറഞ്ഞേക്കാം, മമ്മി പറയുന്നതിനനുസരിച്ച് ഞാൻ ഏതായാലും ചിപ്പിയെ വിളിക്കാനായിട്ട് പോകുന്നില്ല. എന്തിനാ അമ്മമ്മേ ചിപ്പിയുടെ സ്നേഹം, ചിപ്പിയുടെ സന്തോഷം ഇല്ലാതെയാക്കുന്നത്? അതിന്റെ കാര്യമല്ലോ ഉണ്ടോ? ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല മമ്മി. ദേ ചിപ്പിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മമ്മ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. അല്ലെങ്കിൽ ചിപ്പിയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരാൻ പറയോ? ആകാശങ്ങളുടെ ദുഷ്ടത്തിലൊക്കെ കണ്ടുകൊണ്ട്. മമ്മി വേണ്ട മമ്മി, ഡാഡിയും ഇഷിതാമ്മയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അവർ ചിപ്പിയെയും അതേപോലെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മമ്മി ഇടങ്കോലിടാനായിട്ട് നോക്കരുത്. അവളുടെ സന്തോഷമാണ് മമ്മയെ കാണുന്നത്, അല്ലെങ്കിൽ അവളെ ദുഃഖിപ്പിക്കണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ മമ്മിക്ക്? അല്ലെങ്കിൽ ഇഷിതാമ്മയും ഡാഡിയും കൂടി ടൂർ പോകുന്നത് മമ്മിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ലേ? കുശുമ്പാണെങ്കിൽ അതിന് എൻ്റെ കയ്യിൽ വഴിയൊന്നുമില്ല. മമ്മി എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം നല്ല തക്ക മറുപടിയും കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാ. അപ്പോൾ രചനയാണെങ്കിൽ ആകെ നാണം കിട്ട് നാരണക്കല്ലെടുത്തൊരവസ്ഥയിലായി പോവുകയാണ്. ഇനി എന്ത് ചെയ്യും? അവർ തമ്മിൽ ടൂർ പോയി കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാണല്ലോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്വപ്നവല്ലിയാണ്. അപ്പോൾ സ്വപ്നവല്ലിയും അതേപോലെ തന്നെ രാമനും കൂടി സംസാരിക്കാം. സ്വപ്നവല്ലി പറയുകയാണ്, അയ്യോടാ വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇടപെട്ടത് കൊണ്ടാണ് അവർ ടൂർ പോകാനുള്ള കാരണം. മഹേഷ് പറഞ്ഞതാ ഈ ടൂറ് പോണില്ല എന്ന്, ക്യാൻസൽ ആക്കാന്നൊക്കെ. പക്ഷേ ഞാൻ ഇടപെട്ടുകൊണ്ടിട്ടാ അവർ ടൂർ പോകാൻ തീരുമാനിച്ചത്. എന്നിട്ട് എന്നെ അപമാനിച്ച് അവളുടെ വീട്ടിലേക്ക് പോയി അവളുടെ മൗനവ്രതം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇത് കേട്ട രാമനാണെങ്കിൽ, എൻ്റെ സ്വപ്നവല്ലി ദേ ശരി സമ്മതിച്ചു, നീ ഇടപെട്ടുകൊണ്ട് തന്നെയാ. അപ്പോൾ ദേ വരുന്ന ചിപ്പിമോൾ ഓടി വരികയാണ്. അപ്പോൾ പാ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്നത്. എന്തായി, എല്ലാം കഴിഞ്ഞോ? പിന്നെ അല്ലാതെ, ഈ ചിപ്പിമോള് വിചാരിച്ചപ്പോൾ അതെ പ്രിയാമണി അമ്മമ്മയുടെ എല്ലാം മൗനവ്രതവും അവസാനിപ്പിച്ചു. കൊള്ളാലോ. ദേ അല്ലാതെ ടൂറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടൊന്നല്ല കേട്ടോ സ്വപ്നവല്ലി, ടൂറിൻ്റെ കാര്യം പറഞ്ഞത് കൊണ്ടല്ല മൗനവ്രതം അവസാനിപ്പിച്ചതെന്ന്, ചിപ്പിമോള് സംസാരിച്ചത് കൊണ്ടാന്ന്. അല്ലെങ്കിലും പ്രിയാമണിക്ക് ചിപ്പിമോളോട് മിണ്ടാതിരിക്കാനായിട്ട് കഴിയില്ല. ഇപ്പൊ സ്വപ്നവല്ലിക്ക് മനസ്സിലായോ? ചിപ്പി നീ ഒറ്റക്കാണോ വന്നത്? ഇഷിത എവിടെ? അമ്മയ്ക്കൊരു കോള് വന്നു, ഹോസ്പിറ്റലിൽ അത്യാവശ്യമായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് അമ്മ പോവുക തന്നെ ചെയ്തു. കണ്ടോ കൊച്ചിനെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയത് അവളല്ലേ? അപ്പോൾ അവളെ ഇവിടെ കൊണ്ട് നാക്കേണ്ടതും ഉത്തരവാദിത്തമുള്ള കാര്യമല്ലേ? ദേ എന്നിട്ട് എന്താ കാണിച്ചത്? ഇതൊക്കെ പറഞ്ഞത്. എൻ്റെ സ്വപ്നവല്ലി, ഈ 2 റൂം അടുത്തല്ലേ? അത് 100, ഇത് 101. ഒരു റൂമിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അതിനിപ്പോൾ എന്താ കുഴപ്പം? ഒരു റൂമിന്റെ വ്യത്യാസമാണെങ്കിലും ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയ ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കേണ്ടത് അത് ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. അതില് ഇല്ലാന്ന് പറയാൻ നിൽക്കരുത് രാമ. അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത്. അത് കൊള്ളാം. അമ്മമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ അമ്മയെ ഇങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത്? അതിനെ അമ്മ എന്നോട് പറഞ്ഞതാ, വാ ചിപ്പിമോളെ ഞാൻ കൊണ്ട് വീട്ടിലാക്കി തരാന്ന്. എന്നിട്ട് ഞാനാ പറഞ്ഞത്, ഇഷിതാമ്മ പോയിക്കോ, ഞാൻ വീട്ടിലോട്ട് പോയിക്കോളാന്ന്. അങ്ങനെ ഇഷിതാമ്മ പോകുന്നതിന് മുമ്പ് തന്നെ സുജി ആന്റിയോട് മോളെ കൊണ്ട് വീട്ടിലാക്കണം എന്നും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്. എന്നിട്ട് എവിടെ സുജി എവിടെ? സുജി നിന്നെ കൊണ്ടൊന്ന് ആക്കിയല്ലോ. എന്നെ ഡോറ് തുറന്ന് അകത്തേക്ക് വിട്ടതിന് ശേഷം സുജി ആന്റി പോയത്.
ഇത് കേട്ടാ സ്വപ്നവല്ലിയാണെങ്കിൽ നാണം കെട്ട് നിൽക്കുകയാണ്. സ്വപ്നം ഇപ്പൊ സന്തോഷമായില്ലേ? കൊച്ചു പറയുന്നത് കേട്ടല്ലേ സന്തോഷമായില്ലേ? എപ്പൊ നോക്കിയാലും അമ്മയെ എന്തിനാ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ സ്വപ്നവല്ലി അവിടെ നിന്ന് പോവാ. അപ്പ എന്തിനാ അമ്മയെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത്? അത് സ്നേഹമുള്ളത് കൊണ്ടാ മോളെ. ഈ സ്നേഹം കൂടുമ്പോഴേ ചിലവരൊക്കെ സ്വാർത്ഥത കാണിക്കും. അങ്ങനെയാണ് നിന്റെ അമ്മമ്മയും ഇപ്പൊ ചെയ്യുന്നത്. അത്രയും വിശ്വസിച്ചാൽ മതിയെന്നേ മോള് ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നമ്മുടെ മഹേഷിനെ കാണിക്കുകയാണ്. അപ്പം മഹേഷിനെ ഇഷിതെ വിളിക്കുകയാണ്. ചില കാര്യങ്ങളെല്ലാം അറിഞ്ഞോ? അമ്മയുടെ പിണക്കമെല്ലാം മാറി, മൗനവ്രതം അവസാനിപ്പിച്ചു. അതിനുള്ള കാരണം ആരാന്നറിയാമോ? ചിപ്പിമോള് തന്നെയാ. ചിപ്പിമോള് സംസാരിച്ചപ്പോൾ അമ്മയുടെ മൗനവ്രതങ്ങളെല്ലാം അവസാനിച്ചു. അല്ലാതെ ടൂറിന്റെ കാര്യം പറഞ്ഞുകൊണ്ടൊന്നല്ല. ആഹാ, കൊള്ളാലോ. അപ്പോ ഇത് ചിപ്പിയെ കൊണ്ട് നേരത്തെ പറയിപ്പിക്കായിരുന്നു. ആ കാര്യം ഞാനിപ്പോഴും ആലോചിക്കുന്നത്. ഇനി നമ്മൾ ടൂറ് പോയി വരാൻ നേരത്ത് സന്തോഷ വാർത്തകൾ കൊടുക്കാനായിട്ട് പറ്റുമോ? അതൊന്നും ഇപ്പൊ തീരുമാനിക്കാനായില്ല എന്നിങ്ങനെ പറയാം. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ചിപ്പി നേരെ ആദ്യം വിളിക്കുകയാണ്. ചിപ്പി മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ആദ്യേട്ടൻ വീട്ടിലാണോ? വീട്ടിലല്ലാതെ എനിക്ക് ഫോൺ യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ? നീ പറ ചിപ്പി മോളെ. അതെ, ഇഷിതാമ്മയും ഡാഡിയും കൂടി ഒരു ടൂറ് പോവാ. അത് ഞാൻ ചേട്ടനോട് പറയാൻ വേണ്ടി വിളിച്ചതാ. ചിപ്പിയും പോകുന്നില്ലേ? ഞാൻ പോകുന്നില്ല. അതെന്താ? ചിപ്പിയെ കൂടാതെ അവര് ടൂറ് പോകുമെന്ന് തോന്നുന്നുണ്ടോ? അവരെന്നെ വിളിച്ചതാ. പക്ഷെ ഞാനാ പറഞ്ഞത് ഞാൻ ടൂറ് വരുന്നില്ല, നിങ്ങൾ രണ്ടുപേരും പോയിക്കോളാൻ. അതെന്താ ചിപ്പി? അതെ, അവർ രണ്ടുപേരും തമ്മിൽ പിണക്കണമെന്നല്ലേ പ്രിയാമണി അമ്മമ്മ വിചാരിച്ചിരിക്കുന്നത്. അതെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയാ. അപ്പോ ഇവര് ടൂറ് പോകുമ്പോൾ ആ ഒരു ഡൗട്ട് ഇല്ലാതെ ആകുമല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇങ്ങനൊരു പ്ലാൻ പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും ടൂറ് പോയിട്ട് വരാൻ. എല്ലാവരും സംശയങ്ങൾ മാറട്ടേന്നേ. അപ്പോ അവർ തമ്മിൽ പിണക്കമുണ്ടോ? അവർ തമ്മിൽ ഒരു പിണക്കവുമില്ല. ഇഷിതാമ്മയും ഡാഡിയും ഭയങ്കര സ്നേഹത്തിലാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ ഇങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.